ദിനരാത്രങ്ങൾ നഗരത്തെ ചലച്ചിത്ര ആസ്വാദകരുടെ പറുദീസയാക്കി മാറ്റിയ 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 29ാമത് IFFKയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 സിനിമകളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിച്ചിരുന്നു. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തിയപ്പോൾ മുൻനിര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് മേളയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. സംവിധായിക പായൽ കപാടിയയ്ക്കുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. സുവർണ ചകോരം, രജത ചകോരം, KR മോഹനൻ എൻഡോവ്മെന്റ്, ഫിപ്രസി, നെറ്റ്പാക് പുരസ്കാരങ്ങൾ എന്നിവയും വിതരണം ചെയ്യും. മന്ത്രിമാരായ K. രാജൻ, V. ശിവൻകുട്ടി എന്നിവർ ചേർന്ന് അർമേനിയൻ ചലച്ചിത്ര സംവിധായകരായ സെർജി അവേദികൻ, നോറ അർമാനി എന്നിവരെ ആദരിക്കും. IFFK ജൂറി അംഗങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നടക്കും. പോളിംഗിലൂടെ തിരഞ്ഞെടുത്ത മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരം മന്ത്രി V. ശിവൻകുട്ടി സമ്മാനിക്കും. അതോടൊപ്പം മാധ്യമ പുരസ്കാരങ്ങളും തിയേറ്റർ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരത്തിന് 20 ലക്ഷം രൂപയും രജത ചകോരത്തിന് 4 ലക്ഷവും പുതുമുഖ സംവിധായകൻ 3 ലക്ഷവും ജനപ്രീതി ആർജിച്ച ചിത്രത്തിന് 2 ലക്ഷം രൂപയുമാണ് പുരസ്കാരങ്ങൾക്കൊപ്പം നൽകുക. KR മോഹനൻ എൻഡോവ്മെന്റ് അവാർഡ് നേടുന്ന ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധാന പ്രതിഭയ്ക്ക് 1 ലക്ഷം രൂപയും നൽകും. സമാപന ചടങ്ങിനെ തുടർന്ന് സുവർണ ചകോരം നേടിയ ചിത്രം നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. കൾച്ചറൽ ഡെസ്ക്, ദൂരദർശൻ.